കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തിൻ്റെ സമയമാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് ഇപ്രാവശ്യത്തെ ഏറ്റവും മികച്ച ഓണ കോമഡികളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട നല്ല അബ്സല്യൂട്ട് ഓണം ട്രീറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി ഒട്ടും വൈകാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ നമുക്കിവിടെ കാണാം, ഈ ചേട്ടൻ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി ഓണത്തിൻ്റെ ആ ഒരു മൂഡിലിരുന്ന് ഊഞ്ഞാലാടുകയാണ്. പക്ഷെ അത് ഇത്ര സംഭവ ബഹുലമായൊരു നിമിഷമായി മാറുമെന്ന് പുള്ളി പോലും പ്രതീക്ഷിച്ചില്ല. അടുത്തതായി നമുക്ക് വാശിയേറിയ ഒരു ചാക്കിലോട്ട മത്സരം കാണാം. പറന്നുയർന്നത് രാജ്യാഭിമാനം ആകാശത്തോളം അറിവുകൾ ഞങ്ങളുടെ ലാൻഡർ, ഞങ്ങളുടെ റോവർ ലോകത്തേക്ക് എത്തിക്കാൻ പോകുന്നു. കാത്തിരിക്കൂ ലോകമേ എന്ന പ്രഖ്യാപനമാണ്. 2 മിനിറ്റ് 37 സെക്കൻഡ് ആകുമ്പോൾ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. റോവറിന് എന്തെങ്കിലും പറ്റിയോ ആവോ. എന്നാൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് വേണ്ടി ചേട്ടൻ കാണിക്കുന്ന അഭ്യാസങ്ങളെ. ഇവിടെ സദ്യ വിളമ്പൽ പ്രക്രിയയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. സാധാരണ ഇല്ല കഴുകി കഴിഞ്ഞിട്ടാണല്ലോ വിളമ്പാറ്. ഇവിടെ എന്താ വിളമ്പി കഴിഞ്ഞിട്ട് കഴുകുന്നേ? ഇനി എന്തായാലും കുഴപ്പമില്ല, ചോറിട്, കഞ്ഞായിട്ട് കുടിക്കാമല്ലോ. പിന്നെ സദ്യ വിളമ്പുമ്പോൾ അങ്ങനെ മനുഷ്യർക്കെന്ന് മാത്രമൊന്നുമില്ല, എല്ലാവർക്കും വിളമ്പണ്ടേ. നമുക്കറിയാം, ഓണത്തിൻ്റെ മത്സരങ്ങൾക്കിടയിൽ ഏറ്റവും ആവേശം കൂടിയ മത്സരങ്ങളിലൊന്ന് വടംവലി തന്നെയാണ്. അപ്പം ഇനി നമുക്ക് അങ്ങനെ ചില വടംവലി മത്സരങ്ങളിലേക്ക് കടക്കാം. അവിടെ വേണമെങ്കിൽ ഒന്ന് തൊട്ട് എല്ലാവരുടെ സാരിക്കാൻ പറ്റുന്ന സാരിക്കാം. കഴിഞ്ഞ ഓണത്തിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വടം വലി വലിക്കുമ്പോൾ കിണറ്റിലെ കയറും പശുവിനെ കെട്ടുന്ന കയറൊന്നും ഉപയോഗിച്ച് വലിക്കരുതെന്ന്. അതും പഞ്ചായത്തിലെ മുഴുവൻ ജനസംഖ്യയും വലിക്കാനും ഉണ്ട്. 6 or 7 പേരാണെങ്കിൽ പിന്നെയും വോട്ടെന്ന് വെക്കാം. സൂക്ഷിക്കണം കേട്ടാ, വെടക്ക് ചക്കൻ. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറി പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവരാണ് ഞാൻ. തോറ്റാലും ജയിച്ചാലും വേണ്ടിയില്ല, ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് വാശിയുള്ളവനാ. പക്ഷെ അതിനേക്കാൾ വാശിയുള്ളവനാണ് ഈ കുട്ടി. അടുത്തതായി ആവേശകരമായ ചില തലയിണയടി മത്സരങ്ങൾ. രാജേഷിനെ അടിക്കാനുള്ള ആരോഗ്യം നിനക്കുണ്ടോ? എന്നാട്ടി കിളിപ്പോയി രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ. അനക്കൊല്ല സർ, കാറ്റ് പോയിന്നാ തോന്നുന്നു. മാനം പോയാലും വേണ്ടില്ല, വിട്ടുകെടുക്കില്ലെന്ന് ശപഥം ചെയ്ത മനസ്സാണ് അവരുടേത്.
എല്ലാവരെ കണ്ണടച്ച് കാണേണ്ട ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അതെ അതെ അത് തന്നെ മത്സരത്തിന്റെ ആവേശത്തിൽ. പിന്നെ ജാതിമത ഭേദമന്യേ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് നമ്മുടെ പലരുടെ നാട്ടിലും ഉണ്ടാവും. തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ടവർ തന്നെയാണ് ഇങ്ങനെയുള്ളവർ. അത്രയും നേരം ഫുഡിനെ തലങ്ങും വലങ്ങും ആക്രമിച്ചിട്ട് ക്യാമറ കണ്ടപ്പോ എന്താ ഒരു വിനയം. इतनी टाइट शेड्यूल के बीच में हमारी प्रोग्राम के लिए आया आदरणीय मावेली जी, उससे भी हम मेरी तरफ से और क्लब से तरफ इस प्रोग्राम के लिए हार्दिक स्वागत करता हूँ. മാവേലി മലയാളിയല്ല. അല്ലെങ്കിലേ കേരളത്തിൽ പകുതി മുക്കാലും പണി ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ്. ഇതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടിയില്ല. നമുക്കറിയാം തിരുവാതിര ഓണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ പല തിരുവാതിരകളി നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി തിരുവാതിരയാണ്. അൽ തിരുവാതിര. ഇനി അടുത്തതും അല്പം വ്യത്യസ്തമായൊരു തിരുവാതിരയാണ്. കാരണം അത് നടക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്, കളിക്കുന്നത് മുഴുവൻ എസ്ഐമാരും ഒക്കെയാണ്. ഇവിടെ പിന്നെ ഓണവും ക്രിസ്മസും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പുലികളി വിത്ത് കരോൾ. ഇനി ഇപ്രാവശ്യത്തെ ഏറ്റവും മികച്ച ചില കസേര കളികളാവാം. മുത്തശ്ശി അവിടെ ഇടപെട്ടത് നന്നായി, ഇല്ലെങ്കിൽ കസേരകളി ഓണത്തല്ലിൽ അവസാനിച്ചേനെ. അടുത്ത ഒരു ഇടി മത്സരങ്ങളോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്.
വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും ബൈ.